Okay. Okay, valid visa is there. Um, you are forwarded from primary in-person to secondary in-person yet. We have costed your passport and visa. Actually, your visa is valid, but sorry to inform that you are your sorry to inform that you cannot enter to our country, and you may require to sign this document. It's the deportation order. Deportation order. Deportation order. Yeah, deportation order. You can sign. Okay, so you're deported. So you're deported. You're deported. You cannot enter the country. We'll contact your airline. We'll contact your airline, and they will arrange. They will arrange. They will arrange your return to your country process. Okay, thank you. നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് ഡീപ്പോർട്ടേഷൻ ഓർഡറാണ്. അപ്പം പക്ഷേ ഡീപ്പോർട്ടേഷൻ ഓർഡർ നമുക്ക് വരും. വാലിഡ് ആയിട്ടുള്ള വിസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡീപ്പോർട്ടേഷൻ വരും. പക്ഷെ എന്തുകൊണ്ടാണ് വാലിഡ് ആയിട്ട് വിസ ഉണ്ടായിട്ട് നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടണേന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ള റീസൺസ് ആണ് ഈ ഒരു വീഡിയോ പറയാം. അപ്പം ഈ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് വിസ ഓവർ സ്റ്റേ ആണ്. അതായത് നമുക്ക് വിസ 6 മാസത്തേക്കുള്ള വിസ കിട്ടിയാൽ അതിൽ നമുക്ക് വരും 3 മാസം മാത്രമേ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ പറയുക, കറക്റ്റ് 3-ാം ദിവസം ആവും, 3 മാസം 90 ദിവസം ആവുന്ന മുമ്പ് തന്നെ നമ്മൾ ആ രാജ്യത്തേക്ക് എൻട്രി ചെയ്യണം. ആ രാജ്യം നമ്മൾ വിടണം. ആ രാജ്യത്തിന് എക്സിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോം കൺട്രിയിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതൊരു രാജ്യത്തേക്ക് നമുക്ക് പോവാം. അപ്പം പല ആളുകളും ഒന്നിൽ ആ രാജ്യത്തേക്ക് വന്ന വ്യക്തി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ വന്നതായിരിക്കാം. ഒന്നിൽ കൂടുതൽ തവണ വരുമ്പോൾ മുമ്പ് അയാൾ വിസ ഓവർസ്റ്റേ ചെയ്ത് അയാൾ എങ്ങനെയോ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയതായിരിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് മുമ്പ് യാത്ര ചെയ്ത ആളുകൾ വിസന്റെ കാലാവധി കഴിഞ്ഞിട്ടും ആ രാജ്യത്ത് നിന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഡിപ്പോർട്ടേഷൻ കിട്ടാനുള്ള ഇതുണ്ട്. ഇനി അടുത്തത് റോങ് വിസ, അതായത് വർക്കിംഗ് വിത്ത് റോങ് വിസ. അതായത് ടൂറിസ്റ്റ് വിസ കിട്ടിയിട്ട് ഒരാൾ ജോലിക്ക് പോയ എങ്ങനെയിരിക്കും? ഇപ്പം ടൂറിസ്റ്റ് വിസ വെച്ച് വരുന്ന ഒരാള് അടുത്ത ദിവസം അവിടുത്തെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? അത് തീർച്ചയായും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ടൂറിസ്റ്റ് വിസയിൽ പല ആളുകളും വരുന്നുണ്ട്, അല്ലെ? ടൂറിസ്റ്റ് വിസയിൽ പല ആളുകളും വരുന്നുണ്ട്. ആൻഡ് ആ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക്, കാരണം ടൂറിസ്റ്റ് വിസ ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്കിപ്പോൾ ജോബ് വിസ കിട്ടണമെങ്കിൽ അവിടെയുള്ള നമ്മൾ ഏത് രാജ്യത്താണ് പോകുന്നത് ആ രാജ്യത്തുള്ള ഒരു കമ്പനി നമുക്ക് വിസ സ്പോൺസർ ചെയ്യണം, അല്ലെങ്കിൽ അവര് വിസ സ്പോൺസർ ചെയ്യാൻ അവർക്ക് ഓക്കെ ആണെന്ന് വേണം. അപ്പൊ എന്ത് പല ആളുകളും ടൂറിസ്റ്റ് വിസ വെച്ച് ജോലിക്ക് പോകും. ടൂറിസ്റ്റ് വിസ വെച്ച് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയ വിസേന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അവിടെ വയലേഷൻ നടത്തിയിരിക്കുകയാണ്. അത് നമുക്ക് അത് ഇമിഗ്രേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സോ കണ്ടുപിടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും ഡീപ്പോർട്ട് ചെയ്യും. ഇനി അടുത്തത് പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫർമേഷൻ, അതായത് വ്യാജമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് വിസ അല്ലേ, ഇപ്പൊ നമുക്ക് വാലിഡ് ആയിട്ട് വിസ ഉണ്ട്, പക്ഷെ നമ്മളോട് ചോദിക്കുന്ന, അതായത് നമ്മൾ എത്ര ദിവസം ഉണ്ട്, നമ്മൾ അതിന് റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, ഹോട്ടൽ റിസർവേഷൻ ഉണ്ടോ, എവിടെയാണ് ആരെങ്കിലും നമുക്ക് ഫണ്ട് ചെയ്യണുള്ളത്, ഇതിനൊക്കെ നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകിയാൽ നമുക്ക് ഡിപ്പോർട്ടേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് നമ്മളെ ഫോൺ പരിശോധിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സെക്കൻഡറി ഇൻസ്പെക്ഷനിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ഫോൺ എല്ലാം അവര് ചെക്ക് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് നിങ്ങൾ അപ്പം എന്താ പറയുക, നിങ്ങൾ ഇമിഗ്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിപ്പോർട്ടേഷൻ കിട്ടും. അടുത്തത് ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡ് ഡോക്യുമെന്റേഷൻ. അതായത് ഈ എന്താ പറയുക, വിസ സ്വന്തമായിട്ട് ഒരു വിസ ക്രിയേറ്റ് ചെയ്യുക, അതായത് എംബസിയോ കോൺസുലേറ്റ് വഴിയോ കൺസേൺ ചെയ്യാണ്ട് സ്വന്തമായിട്ട് വിസ, ഫേക്ക് ആയിട്ടുള്ള വിസ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ആ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, ഫേക്ക് ആയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ്സ്, ഫേക്ക് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ ഫേക്ക് ആണെന്ന് അവർക്ക് സുഖമായിട്ട് മനസ്സിലാവും. ആൻഡ് ഫേക്ക് ആയിട്ട് ഇപ്പൊ വേറൊരാളുടെ വിസ വെച്ച്, വേറൊരാളുടെ ബയോമെട്രിക്സ് വെച്ച് കിട്ടിയ വിസ വെച്ച് നിങ്ങൾ അത് വെച്ച് യാത്ര ചെയ്താൽ അവർക്ക് മനസ്സിലാവും. സോ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നൽകിയാൽ നിങ്ങൾക്ക് ഡിപ്പോർട്ടേഷൻ കിട്ടും. അടുത്തത് വയലേറ്റിംഗ് വിസ കണ്ടീഷൻസ് ആണ്. അതായത് നമുക്കറിയാം, നമുക്ക് വിസ കിട്ടും. ഇപ്പം ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് വിസ എടുക്കുന്ന വ്യക്തി വരുന്നത് എന്താ പറയാ, ആ ടൂറിസ്റ്റ് വിസ എടുത്ത വ്യക്തി വരുന്നത് എന്തിനാണ്? ടൂറിസ്റ്റ് പർപ്പസിനായിരിക്കും അല്ലെ, ടൂറിസ്റ്റ് പർപ്പസ്. പക്ഷെ അതേസമയം ആ ടൂറിസ്റ്റ് വിസയ്ക്ക് കുറച്ച് കണ്ടീഷൻ, അതായത് അയാൾക്ക് എന്താ പറയാ, അപ്പം 6 മാസത്തെ വിസ ആണെങ്കിൽ കിട്ടിയെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ അയാൾ ഈ രാജ്യത്ത് അയാൾ എക്സിറ്റ് ആയിരിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അയാൾ വിസയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ജോബ് ചെയ്യുന്നത് പെർമിറ്റഡ് അല്ല എന്ന്. പക്ഷെ എന്നാലും ആ പറയുന്ന വിസയിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാണ്ട് വിസയുടെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ നിങ്ങൾ ആ ഒരു രാജ്യത്തേക്ക് വീണ്ടും വരാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്തവര് ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്പോർട്ടേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത് ക്രിമിനൽ ആക്ടിവിറ്റീസ്. അതായത് ആ രാജ്യത്തേക്ക് ഒരാൾ എൻട്രി ചെയ്യുമ്പോൾ അയാൾ ആ രാജ്യത്ത് എൻട്രി ചെയ്ത് ആ രാജ്യത്തിന് തിരിച്ച് അയാളെ ഹോം കൺട്രിയിലേക്ക് പോണ ഉത്തരവാദിത്തം നമ്മൾ ഈ രാജ്യത്തേക്ക് എൻട്രി അടിച്ചു വിട്ട ഇമിഗ്രേഷൻ ഓഫീസറിന് ഉത്തരവാദിത്തമാണ്. ആൻഡ് ആ ഒരു ഇമിഗ്രേഷൻ ഓഫീസറിന്റെ കയ്യിൽ നമ്മുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടെന്ന് ഇമിഗ്രേഷൻ ഓഫീസറിന് മനസ്സിലായാൽ നമ്മൾ ആ ഒരു രാജ്യത്ത് വന്ന് ക്രിമിനൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നമ്മളുടെ ക്രിമിനൽ ഹിസ്റ്ററിയും ബാക്കി റെക്കോർഡ്സുകൾ വെച്ച് അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ കണ്ടുപിടിച്ചാൽ നമുക്ക് ഡിപ്പോർട്ടേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടും. ഇനി അടുത്തത് സെക്യൂരിറ്റി കൺസേൺ. അതായത് എന്താ പറയുക, പല രാജ്യത്തും ഇപ്പം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് എല്ലാം രാജ്യത്തും പോകാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് ആ രാജ്യത്തിന് ഓരോ സെക്യൂരിറ്റി കൺസേൺ ആണ്. അതായത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുകയാണ്, യുദ്ധത്തിനായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ആ യുദ്ധമായിട്ട് നടക്കുന്ന പ്രശ്നത്തില് എന്താ പറയുക, ചിലപ്പോൾ ടൂറിസ്റ്റ് വിസ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന വഴിക്ക് ചിലപ്പോൾ എന്താ പറയുക ജോബ് വിസ കൊടുക്കാം, ടൂറിസ്റ്റ് വിസ കൊടുക്കണമെന്നില്ല. കാരണം മിഡിൽ ഈസ്റ്റ് മാത്രമല്ലല്ലോ, മിഡിൽ ഈസ്റ്റ് വഴി വരുന്ന പല സൈറ്റും, അതുപോലെ തന്നെ പല രാജ്യങ്ങളും ടൂറിസ്റ്റ് വിസ തന്നെ നൽകണമെന്നില്ല. ടൂറിസ്റ്റ് വിസ അവർ നൽകും, പക്ഷെ അവർക്ക് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അങ്ങനെ വരിക, അതായത് അപ്പൊ ആ രാജ്യത്തേക്ക് കയറും. ആ രാജ്യത്തേക്ക് ജോബ് വിസ കൊടുക്കൂല. ജോബ് വിസ കൊടുക്കാത്ത സമയത്ത് നിങ്ങൾ ആ രാജ്യത്ത് പക്ഷെ ടൂറിസ്റ്റ് വിസ കൊടുക്കുമെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് വിസ വെച്ച് യാത്ര ചെയ്ത് അവിടെ വന്ന് ജോലി ചെയ്യാൻ നോക്കിയാൽ അത് ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ ഡീപ്പോർട്ടേഷൻ ചെയ്യാൻ കഴിയും. അടുത്തത് വാലിഡ് വിസ ബട്ട് ഫെയിൽഡ് ഇമിഗ്രേഷൻ ചെക്ക്. അതായത് നമ്മുടെ പാസ്പോർട്ടിൽ വാലിഡ് ആയിട്ടുള്ള വിസയാണ്, നമുക്ക് നമ്മുടെ ന്യൂഡൽഹിയിലുള്ള എംബസിയിൽ നിന്ന് നമുക്ക് വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയതാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രാജ്യത്തിന്റെ സൈറ്റിൽ പോയി, ഈ വിസ എടുക്കുന്ന രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ സൈറ്റിൽ പോയി വിസ എടുത്തതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇമിഗ്രേഷൻ നേരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഡിപ്പോർട്ടേഷൻ തന്നെ സംഭവിക്കും. കാരണം നമുക്ക് ഒരു രാജ്യത്തേക്ക് എൻട്രി ചെയ്യണം എന്ന് പറയുന്നത് വിസ നമുക്ക് ഒരിക്കലും അത് ഗ്യാരണ്ടി തരുന്നില്ല. അതായത് നമുക്ക് ആ രാജ്യത്തേക്ക് പോകാൻ വിസയുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ രാജ്യത്തേക്ക് കയറാൻ പറ്റും എന്ന് ആരും വിശ്വസിക്കില്ല. കാരണം ആ രാജ്യത്തേക്ക് കയറണമെങ്കിൽ ആ രാജ്യത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഒരു വാലിഡ് വിസ വെച്ച് നമുക്ക് ആ രാജ്യത്തേക്ക് കയറാൻ പറ്റും എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അടുത്തത് ഇൻസഫിഷ്യന്റ് പ്രൂഫ് ഓഫ് ഫണ്ട് ഓർ ട്രാവൽ. അതായത്
നമ്മൾ ആ രാജ്യത്ത് തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്നും ആ രാജ്യത്തിന് വേണ്ട മിനിമം റിക്വയർമെന്റ് ഫണ്ട് നമ്മളെ കയ്യിലില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടും. കാരണം നമ്മൾ ആ രാജ്യത്ത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് കയ്യിൽ ആ രാജ്യം പറയുന്ന മിനിമം റിക്വയർ ആയിട്ടുള്ള ഫണ്ട് വേണം. അതോടൊപ്പം തന്നെ അയാൾ ആ രാജ്യത്താണ് യാത്ര ചെയ്യണേന്നുള്ളതിന് തെളിവ് വേണം. അപ്പൊ നിങ്ങളിപ്പം വേറെ രാജ്യം, ഇപ്പൊ നിങ്ങൾ US പോവാൻ, നിങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് നിങ്ങൾ പോകുന്ന അങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പോകും. അവിടെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് കാണിക്കാം. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അതൊന്നും പ്രൂഫ് ഓഫ് ട്രാവൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ തന്നെ ചെയ്യും. കാരണം ആ ഒരു രാജ്യത്തെ നിങ്ങൾ ത്രെഡ് ആയിട്ട് മാറാൻ പാടില്ല. അടുത്തത് അവസാനത്തെ റീസൺ പ്രീവിയസ് ഇമിഗ്രേഷൻ വയലേഷൻസ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ പല ആളുകളും വിസ ഓവർസ്റ്റേ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വിസ നമുക്ക് നൽകിയ പീരീഡിനേക്കാൾ കുറവ് പീരീഡിലാണ് വിസ. അതായത് നമുക്കിപ്പോ 30 ദിവസം നമുക്ക് വിസ ഫ്രീ എങ്കിൽ ആ 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തണം അല്ലേ. നാട്ടിലെത്തിയിരിക്കണം, അത് കമ്പൽസറി, അല്ലെങ്കിൽ അവിടെ ഓവർസ്റ്റേ ആയി പോകും. അതുപോലെ തന്നെ ഒന്നിൽ ആ ഒരു വ്യക്തി വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഇമിഗ്രേഷൻ വയലേഷൻ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് യാത്ര ചെയ്ത ആരെങ്കിലും ഇമിഗ്രേഷന്റെ വയലേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ റീസൺ കൊണ്ടാണ് നമുക്ക് ഒരു വാലിഡ് വിസ ഉണ്ടായിട്ടും നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടുന്നത്. വാലിഡ് വിസ ഉണ്ടായിട്ടും നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടും എന്ന് പറയുന്നത് ഈ 10 റീസൺസിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടുക. ആൻഡ് എല്ലാവർക്കും ഡീപ്പോർട്ടേഷൻ കിട്ടണം എന്നില്ല. അത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാം ഇമിഗ്രേഷൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്ത് അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും സോഴ്സസും നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് കയറാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നോക്കുക. കാരണം ഇമിഗ്രേഷൻ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക മാക്സിമം. എന്നാൽ മാത്രമേ കാരണം നമുക്കിപ്പോ വാലിഡ് വിസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ച് നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസറിന് നമ്മൾ രാജ്യത്ത് എന്താ പറയാ ലീഗലായിട്ട് ആ രാജ്യത്തിന്റെ ടേംസ് ആൻഡ് ആ രാജ്യത്തിന്റെ നിയമപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ രാജ്യത്ത് വന്നതെന്ന് അവർക്ക് ഉറപ്പാവണം. അവർക്കത് ഉറപ്പാവുന്നവരെ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവർ നമുക്ക് അതുകൊണ്ടാണ് മാക്സിമം മണിക്കൂറോളം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും നമ്മൾ എന്തിനാണ് വന്ന പർപ്പസ് നമുക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അവർ നമുക്ക് ഡീപ്പോർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തേക്ക് നമുക്ക് പിന്നെ പോകാനോ ആ രാജ്യത്തേക്കുള്ള വിസ എടുക്കാനോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറുകയാണ്, ആ രാജ്യത്ത് നമുക്ക് ഡീപ്പോർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടി ഒറ്റൊരു വിസ ആയതുകൊണ്ട് നിങ്ങളിപ്പോ ഫ്രാൻസിൽ പോയി നിങ്ങളിപ്പം വേറെ രാജ്യത്ത് പോയി യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രാജ്യത്തേക്ക് പോയി ആ രാജ്യത്ത് നിങ്ങളെ ഡീപ്പോർട്ടേഷൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വിസയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അടുത്തൊരു വിസയ്ക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അപ്രൂവൽ ആവാൻ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ. Okay. Oh.